ഹലോ, എല്ലാവർക്കും ചിക്കൂസ് കുക്കീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കേര തലക്കറിയാണ്. അപ്പോൾ ചൂട് ചോറിന് മുകളിൽ ഈ കറി ഒഴിച്ചാൽ വീടെങ്ങും പരക്കുന്ന ആ മണത്തിന് മുന്നിൽ ഡയറ്റ് പോലും തോറ്റുപോകും. അപ്പോൾ ഇന്ന് നമുക്ക് തയ്യാറാക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ സ്വന്തം നാടൻ കേര മീൻ കറിയാണ്. മുളകിട്ടതാണ്. അപ്പോൾ കുടംപുളിയുടെ പുളിയും മുളകിൻ്റെ കാഠിന്യവും ഉലുവയുടെ നറുമണവും ചേർന്നാൽ ഇതാണ് നാടൻ യഥാർത്ഥ സ്വാദുള്ള ഒരു കേരമീൻ തലക്കറി. അപ്പോൾ ആദ്യം എന്തൊക്കെ നമുക്ക് റെഡിയാക്കി വെക്കാമെന്ന് നോക്കിയാൽ, നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ചെറു തീയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പാണ് കറിയുടെ നിറവും മണവും തീരുമാനിക്കുന്നത്. രണ്ടാമതായിട്ട് കുടംപുളി നന്നായിട്ട് കഴുകി അല്പം ഉപ്പിട്ട് 1 കപ്പ് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കാം. കൂടാതെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി എല്ലാം അരിഞ്ഞതോ അരിയാതെയൊക്കെ നമുക്ക് വൃത്തിയാക്കി എടുത്ത് വെക്കാം. അപ്പം നമുക്ക് ഇനി പാചകം എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ, ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് ആദ്യം ഉലുവയും പിന്നെ അതിന് പുറമെ കടുകും ചേർത്ത് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അരിഞ്ഞു വെച്ചേക്കുന്നതൊക്കെ ചേർത്ത് വഴറ്റി പുറകെ ചുവന്നുള്ളി ചേർക്കാം. പക്ഷേ ഇവിടെ നമ്മൾ ഇതെല്ലാം അരിഞ്ഞ് ഒന്നിച്ച് ചേർത്ത് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ മൂടി വെച്ച് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുമ്പം അത് നന്നായിട്ട് വഴന്ന് നമുക്കിവിടെ കിട്ടും. ഇപ്പം നമുക്ക് മൂപ്പിച്ച മസാലപ്പൊടികൾ ചേർക്കാം. ചെറിയ തീയിൽ ഇളക്കി കൊടുക്കുക. അപ്പോൾ കരിയാതെ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമുക്ക് കുടംപുളിയുടെ പുളിവെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു കായപ്പൊടി ആവശ്യത്തിന് ചേർക്കാം. അപ്പോൾ കായപ്പൊടി ചേർക്കുന്നത് കൊണ്ട് നമുക്ക് കറിക്ക് കൂടുതൽ ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടും. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഈ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻറ്റും നമ്മുടെ അതാത് പാകത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് ഉപയോഗിക്കാം. ഇനി നമ്മൾ കായപ്പൊടി ചേർത്ത ശേഷം നന്നായിട്ട് തിളപ്പിച്ച് അതിലേക്ക് നമ്മുടെ 6 കഷ്ണങ്ങളാക്കിയ ഏകദേശം 2 കിലോ വലുപ്പം വരുന്ന കേരമീൻ്റെ തലക്കഷ്ണങ്ങൾ ചേർക്കാം. അപ്പോൾ കറി നന്നായി തിളച്ച ശേഷം അതിലേക്ക് നമ്മൾ കേരമീൻ കഷ്ണങ്ങളിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ച് എണ്ണ നന്നായിട്ട് തെളിയുന്ന സമയം കറി പാകമായിട്ടുണ്ട്. അപ്പം തീ കുറച്ച് വെച്ച് കുറച്ചുകൂടെ ഒന്ന് വറ്റിക്കണമെങ്കിൽ വറ്റിച്ചെടുക്കാം. അല്ലെങ്കിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെ ചൂട് ചോറിനൊപ്പം ഈ കറി ചേർത്ത് നമുക്ക് നന്നായിട്ട് കഴിക്കാം. അപ്പം ഇതൊരു കറി മാത്രമല്ല, നമ്മുടെ വീട്ടമ്മമാരുടെ ഒരു പാരമ്പര്യ രുചിയാണ്. അപ്പോൾ കള്ളിഷാപ്പിലൊക്കെ നമുക്ക് ഇതേ കറി നല്ല ടേസ്റ്റിൽ കിട്ടും. അപ്പോൾ നമുക്ക് അത് തന്നെ വീട്ടിൽ നല്ല സ്വാദോടു കൂടി റെഡിയാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചിക്കൂസ് കുക്കീസ് ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.